ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അമ്പൂട്ടി പറയുകയാണ്, പച്ചടി, സാമ്പാർ, പരിപ്പ്, പപ്പടം, അച്ചാറ് ഇത്രയുള്ളൂ. എങ്ങനെയുണ്ട് ആനന്ദേട്ട എന്റെ കറികളൊക്കെ? ഒന്നാന്തരമായിട്ടുണ്ട് അമ്പൂട്ടി, എല്ലാത്തിനും നല്ല രുചിയുണ്ട് എന്ന് ആനന്ദ് പറയുകയാണ്. അമ്പൂട്ടി പറയുകയാണ്, അതെ, എന്റെ ചേട്ടപ്പന് ഇഷ്ടമുള്ള നല്ല ഒരു കറിയുണ്ട്. എന്താണെന്നറിയാമോ? പറയട്ടെ. ഏതാന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ അമ്പൂട്ടി പറയാണ്, മുള്ളങ്ങ തോരൻ. മനുഷ്യരാരും കൂട്ടാത്തതാണ്. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പിന്നീട് സുബ്രു ഭക്ഷണം കഴിക്കുന്നു. വായിൽ വെച്ചിട്ട് പറയുകയാണ്, ഒന്നിനും ഒരു രുചിയില്ല. പശു പുല്ല് തിന്നുന്നത് പോലെ അങ്ങ് തിന്നുവാണ്. പിന്നെ മുള്ളങ്കി തിന്നാലെന്ത് അല്ലേ ആനന്ദേ? അമ്പൂട്ടി പറയുകയാണ്, ദേ, അത്താഴത്തിന്റെ ഇടയിൽ കലഹം വേണ്ട കേട്ടോ. സുബ്രു പറയുകയാണ്, അല്ലെങ്കിലേ നിന്റെ പേര് കലഹക്കല എന്നാണല്ലോ. ഏതായാലും എനിക്ക് സമാധാനമായി. എന്താന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ സുബ്രു പറയുകയാണ്, കല്യാണി വന്നതുകൊണ്ട് നാളെ മുതൽ രുചികരമായ ആഹാരം കഴിക്കാം. ഇത് അമ്പൂട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആനന്ദ് പറയുകയാണ്, ചുമ്മാ തൊട്ടാവാടിയെ പോലെ ആകല്ലേ അമ്പൂട്ടി. ഇതൊക്കെ ചുമ്മാ അമ്പൂട്ടിയെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ചേട്ടന്റെ ഓരോ നമ്പരുകളല്ലേ. സുബ്രു പറയുകയാണ്, തൊട്ടാവാടിയോ അമ്പൂട്ടിയോ? രാവിലെ കണ്ടതല്ലേ അവളുടെ തൊട്ടാവാടിത്തരം. അമ്പൂട്ടി പറയുകയാണ്, അയ്യേ, നിങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എന്നോടിങ്ങനെ കത്തിക്കേറുന്നത്. ഒറ്റയ്ക്കാകുമ്പോൾ എന്റെ മുൻപിൽ വെറും പൂച്ചയാണ്. അതെ അതെ എന്ന് സുബ്രു തലയാട്ടുകയാണ്. അന്നേരം അവിടേക്ക് അരവിന്ദ് വരികയാണ്. ബെല്ലടിച്ചിട്ട് ബ്രോ എന്ന് വിളിക്കുകയാണ് അരവിന്ദ്. അരവിന്ദ് ആണല്ലോ എന്ന് ആനന്ദ് പറയുമ്പോൾ അമ്പൂട്ടി പറയുകയാണ്, അനിയന്റെ ശബ്ദം കേട്ടപ്പോൾ മുഖത്തെന്തോ സൂര്യൻ ഉദിച്ച പോലെ ഉണ്ടല്ലോ. എണീക്കാൻ തുടങ്ങിയ കല്യാണിയെ പിടിച്ചിരുത്തിയിട്ട് അമ്പൂട്ടി പറയാണ്, ആര് വന്നാലും ആഹാരത്തിന്റെ മുൻപിൽ നിന്ന് എണീക്കാൻ പാടില്ല. അരവിന്ദ് സാറിനെ ഞാൻ വിളിച്ചിട്ട് വരാം. ആനന്ദ് പറയുകയാണ്, വേണ്ട വേണ്ട, നിങ്ങൾ കഴിക്കും, ഞാൻ പോയി അവനെ കാണാം എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. ആനന്ദിനെ കണ്ട് അരവിന്ദ് ബ്രോ എന്ന് വിളിക്കുമ്പോൾ ആനന്ദ് ചോദിക്കുകയാണ്, നീ എന്തിനാ ഈ രാത്രി എന്നെ തിരക്കി ഇവിടേക്ക് വന്നത്? എനിക്ക് എന്റെ ബ്രോയെ കാണാതെ ജീവിക്കാൻ പറ്റില്ല. ആനന്ദ് പറയുകയാണ്, നിനക്ക് ഞാൻ മാത്രമല്ലല്ലോ, അമ്മയും അച്ഛനും ഭാര്യയും ഉണ്ടല്ലോ, നീ അവരോടൊപ്പം ജീവിക്ക്. അരവിന്ദ് പറയുകയാണ്, ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് അമ്മയും അച്ഛനും മാത്രമല്ല, ഒരു ഏട്ടനും ഉണ്ടായിരുന്നു. ആനന്ദ് പറയുകയാണ്, സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലതൊക്കെ മറക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും. അരവിന്ദ് പറയുകയാണ്, എനിക്ക് എന്റെ ബ്രോയെ മറക്കാൻ ഈ ജന്മത്ത് സാധ്യമല്ല. അങ്ങനെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ആനന്ദ് പറയുകയാണ്, അരവിന്ദ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല നീ എനിക്ക് ആരാണെന്ന്. അത് വികാരങ്ങളുടെ ഭാഷയാണ്. നിന്റെ സ്നേഹത്തിന് മുൻപിൽ എന്നും തോറ്റു തന്നിട്ടേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എന്നെ തിരികെ വിളിക്കാനാണ് നിന്റെ ഈ വരവിന്റെ ഉദ്ദേശമെങ്കിൽ നിനക്ക് നിരാശയായിരിക്കും ഫലം. ഞാൻ വരില്ല. അരവിന്ദ് പറയുകയാണ്, ബ്രോ തന്നെ ചിലതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലതൊക്കെ മറക്കണമെന്ന്. അതുപോലെ ഞാനും പറയുകയാണ്, ചില കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കണം. പലതും അങ്ങോട്ട് മറന്നു കളയണം. എന്ന് പറയാണ്, ഹൃദയത്തിലേൽക്കുന്ന മുറിവുകളുടെ ആഴവും നൊമ്പരവും അറിയാതെയാണ് നീ ഈ പറയുന്നത്. നിന്റെ ഈ ബ്രോ എല്ലാം അടക്കിപ്പിടിച്ച ഭാവത്തോടെ നടക്കാൻ ശീലിച്ചവനാണ്. അതുകൊണ്ട് ചങ്ക് നീറിപ്പിടയുമ്പോഴും തിരിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ ഈ മുഖം കണ്ട് എല്ലാം നിനക്ക് മനസ്സിലായെന്ന് വരില്ല. ബ്രോ, എന്നെ വിട്ടേക്ക്, ഞാൻ സഹിക്കാൻ ശ്രമിക്കാം. പക്ഷെ നമ്മുടെ അച്ഛനെ ഓർത്തിട്ടെങ്കിലും ബ്രോ നമ്മുടെ വീട്ടിലേക്ക് വരണം. ആനന്ദ് ദേഷ്യത്തോടെ പറയാണ്, അച്ഛനെ വിശ്വസിച്ചതാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഭാര്യയുടെ വാക്കുകൾ കേട്ട് ഒന്നും ചെയ്യാനാവാതെ മുഖം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് നമ്മുടെ അച്ഛൻ. അച്ഛൻ ധരിച്ചിരിക്കുന്ന മുഖം മൂടി ഈ ജന്മത്ത് എടുത്തു മാറ്റാൻ പറ്റാത്തതാണ്. ബ്രോ എന്ന് വിളിക്കുമ്പോൾ സുബ്രു പറയുകയാണ്, എന്താ ആനന്ദ്, നീ അങ്കിളിനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത്? ആനന്ദ് പറയാണ്, തെറ്റിദ്ധരിച്ചെന്നോ? ഞാനോ? എനിക്കെല്ലാം ശരിയായിട്ടുള്ള ധാരണകളാണ്. എന്റെ അച്ഛന്റെ യഥാർത്ഥ മുഖം കണ്ട ഒരാൾ ഞാൻ മാത്രമായിരിക്കും. അരവിന്ദ് ചോദിക്കുകയാണ്, ബ്രോ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യങ്ങൾ. നിനക്കറിയോ അരവിന്ദ്, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ കാരണം അച്ഛൻ അവൾക്ക് കൊടുത്ത ടാബ്ലറ്റ് ആണ്. ഇത് കേട്ട് അരവിന്ദും സുബ്രുവും ഒരുപോലെ ഞെട്ടുകയാണ്. സുബ്രു ചോദിക്കുകയാണ്, ആനന്ദേ, നീ എന്തൊക്കെ ക്രൂരതകളാണ് ഈ വിളിച്ചു പറയുന്നത്? അങ്കിളിനെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത്. ആനന്ദ് പറയുകയാണ്, പറയരുതെന്നോ? എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങൾ ഞാൻ പറയരുതെന്നോ? എത്ര തന്ത്രപരമായിട്ടാണെന്നോ അച്ഛൻ ആ ഗുളിക അവൾക്ക് കൊടുത്തത്? എന്നിട്ട് ആനന്ദ് അന്ന് രാത്രി ശിവരാമകൃഷ്ണൻ കല്യാണിക്ക് ടാബ്ലറ്റ് കൊടുത്ത സംഭവം അവിടെ പറയുകയാണ്. ആനന്ദ് പറയുകയാണ്, കല്യാണിയുടെ ഉദരത്തിൽ പിറവി കൊണ്ട കുഞ്ഞ് എന്റെ കുഞ്ഞാണ്, അച്ഛന്റെ പേരക്കുട്ടി. ആ കുട്ടിയെയാണ് അതിന്റെ അപ്പൂപ്പൻ കൊന്നൊടുക്കിയത്. ഇത്തരം ഹൃദയമില്ലാത്ത ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്ന പ്രേതാലയത്തിലേക്ക് ഇനി ഞാൻ തിരിച്ചു വരണോ? പാവം, പിറക്കാൻ പോകുന്ന കുഞ്ഞിന് പട്ടുതൂവാലകൾ തുന്നി നാളുകൾ എണ്ണി കാത്തിരിക്കുകയാണ് പാവം കല്യാണി. എന്നിട്ട് പറയുകയാണ്, അതുപോലെ നീ പക്ഷം പിടിക്കുന്ന നിന്റെ അച്ഛൻ നിനക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് കല്യാണിക്ക് ദാസേട്ടൻ. ഇവരെ പേടിച്ച് സ്വന്തം നാട്ടിൽ പോയി കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്ന ആ പാവം ദാസേട്ടനെ വിളിച്ചു വരുത്തി കാറിൽ കയറ്റി എയർപോർട്ട് റോഡിൽ കൊണ്ടുപോയി കുരുതി കൊടുത്ത അഖിലാണ്ടേശ്വരിയുടെ വാസസ്ഥലത്തിലേക്ക് ഞാനും എന്റെ ഭാര്യയും ഇനിയും തിരികെ വരണമോ? ഒരു കളങ്കവും അറിയാത്ത ആ പാവം ദാസേട്ടന് നമ്മുടെ അമ്മയും അച്ഛനും ദൈവങ്ങളായിരുന്നു. അമ്മ ദേവിയായിരുന്നു. ആ ദേവിയാണ് രക്തം കുടിക്കുന്ന യക്ഷിയായി വേഷം മാറി
ദാസേട്ടനെ കൊന്നത്. ഈ മഹാപാപങ്ങളൊക്കെ ഇവർ എവിടെ കൊണ്ടുപോയാണ് കഴുകിക്കളയുന്നത് അരവിന്ദേ? ഗംഗയിലോ, യമുനയിലോ, അതോ നർമ്മദയിലോ? കഴുകിക്കളഞ്ഞാലും ഈ പാപങ്ങളൊക്കെ തീരുമോ? ഇത് ഈ തലമുറയിലെ എനിക്കും നിനക്കും നമ്മുടെ മക്കൾക്കും വന്നു ചേരുന്ന ഇടുത്തിയായി മാറില്ലേ? അകത്ത് ഭക്ഷണം കഴിച്ച് ഇലയെടുക്കാൻ തുടങ്ങുന്ന കല്യാണിയോട് അമ്പൂട്ടി പറയുകയാണ്, വേണ്ട വേണ്ട, ഇല ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ എടുത്തോളാമെന്ന് കല്യാണി പറയുകയാണ്. അമ്പൂട്ടി പറയുന്നു, വേണ്ട ചേച്ചി, എനിക്ക് അവനെ ഒന്ന് കാണണം. അപ്പോൾ അമ്പൂട്ടി പറയുകയാണ്, അവര് ചേട്ടനും അനിയും കൂടി സംസാരിക്കട്ടെ. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ചേച്ചി എന്റെ കൂടെ കിച്ചണിലേക്ക് വന്ന് എന്നെ ഒന്ന് സഹായിക്ക് ബാ എന്ന് അമ്പൂട്ടി വിളിക്കുകയാണ്. ശരി എന്നും പറഞ്ഞ് കല്യാണി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അനിയൻകുട്ടനോട് പറയുന്നു, നീ കഴിച്ചിട്ട് എണീറ്റാൽ മതി കേട്ടോ. സുബ്രു പറയുകയാണ്, ആനന്ദ്, നീ അതിര് കടക്കുന്നു ആനന്ദ്. ആനന്ദ് ദേഷ്യത്തോടെ പറയുകയാണ്, നീ മിണ്ടരുത്, ഞാൻ എന്റെ കൂടപ്പിറപ്പിനോടാണ് സംസാരിക്കുന്നത്. എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഒന്നും മിണ്ടാനാകാതെ വിഷമത്തോടെ നിൽക്കുകയാണ് അരവിന്ദ്. സുബ്രു പറയുകയാണ്, കൂടപ്പിറപ്പ്, ഒരേ വയറ്റിൽ പിറക്കാതെ പോയ കൂടപ്പിറപ്പാണ് സുഹൃത്ത്. അതുപോലും മറന്നുപോയല്ലോടാ നീയ്. ആനന്ദ് പറയുകയാണ്, സുബ്രു, ഇതിവൻ അറിയാനുള്ളതാണ്. എന്റെ സങ്കടങ്ങൾ എന്നായാലും അറിയേണ്ടവനാണ് ഇവൻ. സുബ്രു പറയുകയാണ്, അരവിന്ദ്, നിന്റെ സങ്കടങ്ങൾ അറിയാനല്ല വന്നത്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. ആനന്ദ് ചോദിക്കുകയാണ്, എവിടേക്ക്? ആ വീട്ടിലേക്കോ? അച്ഛനും അമ്മയും എന്നെ മനസ്സുകൊണ്ട് പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു അരവിന്ദ്. അവർക്ക് ഞാനിപ്പോൾ മകനല്ല. അവരുടെ ആഭിജാത്യത്തിന്റെ ഗോപുരങ്ങൾ തകർക്കാനും അപമാനിക്കാനും ശ്രമിച്ച അവരുടെ ആത്യന്തിക ശത്രുവാണ്. ആ വീട്ടിലേക്ക് ഇനി ഞാൻ ചെന്ന് താമസിച്ചാൽ കല്യാണിയുടെ ഉദരത്തിൽ ജീവൻ കൊണ്ട ആ ജീവനെ ഇല്ലാതാക്കി അവര് കല്യാണിയെ കൊല്ലില്ലാന്ന് എന്താ ഉറപ്പ്? ഇതൊക്കെ കേട്ട് കരയുകയാണ് അരവിന്ദ്. അരവിന്ദിന്റെ തോളിൽ തട്ടി ആനന്ദ് പറയുകയാണ്, അടക്കി നിർത്താൻ കഴിയാതെ അണക്കെട്ട് പൊട്ടിയ പോലെ നിന്നോട് ഞാൻ ഇതൊക്കെ പറഞ്ഞുപോയി. വേണ്ടായിരുന്നു. അവർക്ക് വേണ്ടാത്ത എന്നെ നിനക്കും വേണ്ട അരവിന്ദ്. നീ എന്നെ മറന്നേക്ക്. കൈകൂപ്പി അരവിന്ദ് പറയുകയാണ്, ബ്രോ വേണ്ട. അരവിന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അതിനുശേഷം ആനന്ദ് അകത്തേക്ക് പോകുന്നു. സുബ്രു അരവിന്ദിനോട് പറയുകയാണ്, വിഷമിക്കാതെ അരവിന്ദ്, നീ ഇപ്പോ പൊയ്ക്കോ. അരവിന്ദ് പറയുകയാണ്, സുബ്രു അണ്ണ, എന്റെ ബ്രോ ഇല്ലേ? ബ്രോ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നീ ഇല്ലാതെ ആനന്ദ് ഉണ്ടോടാ? എല്ലാം ശരിയാകും. നീ ഇപ്പോ ചെല്ല്, ഞാനല്ലേ പറയുന്നത്. കല്യാണി ഒന്നും അറിയണ്ട, ചെല്ല്. അതിനുശേഷം അരവിന്ദ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. അവിടെ നന്ദനയുടെ അടുത്തേക്ക് ശിവരാമകൃഷ്ണൻ വരികയാണ്. നന്ദന, എന്റെ മരുമകൾ എന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുകയാണ്, ഒന്നും തോന്നണ്ട. അല്പം മുൻപ് നീ എടുത്ത തീരുമാനം ശരിയായില്ല. നന്ദന പറയുകയാണ്, അങ്കിളിനറിയില്ലേ, എന്റെ അച്ഛനെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആള് തന്നെയാണ് അങ്കിൾ. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. ഇവിടത്തെ പല കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. മോളെ, അഖില എന്റെ ഭാര്യയാണ്. പിണങ്ങിയും ഇത്രയും വർഷം അവളോടൊപ്പം ജീവിച്ച എനിക്ക് അവളുടെ മനസ്സ് കാണാപ്പാടം പോലെ അറിയാം. അഖിലയ്ക്ക് ദാസിനോട് ഒരു പകയും ഇല്ല. അഖില ദാസിനെ കൊന്നിട്ടും ഇല്ല. ലക്ഷ്യത്തോടെ നന്ദന ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ദാസേട്ടൻ മരിച്ച ആ രാത്രി, ആ സമയത്ത് അഖില ആന്റി എന്തിന് അവിടെ പോയി? അതും ആ സമയത്ത്? അതിനെപ്പറ്റി അഖില എന്നോടൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഏതായാലും എന്റെ അഖില അങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ല, എനിക്കുറപ്പാണ്. ആനന്ദിനോടുള്ള സ്വാർത്ഥമായ സ്നേഹം കൊണ്ട് അവനെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് തറപ്പിച്ച് വിശ്വസിക്കുന്ന അഖിലയ്ക്ക് കല്യാണിയെ എത്ര വിചാരിച്ചാലും സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനിപ്പോ കല്യാണി സ്വന്തം രക്തം കൊണ്ട് തുലാഭാരം നടത്തിയാലും അഖില വഴങ്ങില്ല. എന്തു ചെയ്യാം, അതങ്ങനെ ആയിപ്പോയി എന്ന് വെച്ച് രണ്ടാമത്തെ മരുമകളായ നന്ദനയോട് അഖിലയ്ക്ക് അങ്ങനെയല്ല. നിന്നോട് വളരെ സ്നേഹമാണ്. സ്വന്തം മകളായിട്ടാണ് അവൾ നിന്നെ കരുതുന്നത്. അതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അതുമാത്രമല്ല, നാളെ നിന്റെ ചെക്കപ്പ് ഡേറ്റ് ആണ്. അത് മുടക്കരുത്. അഖില നിന്റെ കൂടെ വരാൻ നിൽക്കുവാണ്. നന്ദന പറയുകയാണ്, ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ ഞാനും അരവിന്ദും കൂടി നോക്കിക്കോളാം. അതിനാരുടെയും സഹായം ആവശ്യമില്ല. നന്ദന എന്ന് വിളിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. നന്ദന പറയുകയാണ്, സാഹചര്യം അനുസരിച്ച് നിറം മാറാൻ കഴിയുന്ന ഓന്തിനെ പോലെയാണ് ഇവിടെ പലരും. അവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഒരു സുപ്രഭാതത്തിൽ മൂത്ത മരുമകളെ അംഗീകരിക്കുകയും അടുത്ത സന്ധ്യയിൽ അവളെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്ന സഹനീയമായ കാഴ്ച കണ്ട കണ്ണുകളാണ് എന്റേത്. നാളെ ആ അവസ്ഥ എനിക്ക് വരില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? എന്താ അങ്ങനെ ഒരു ഉറപ്പ് തരാൻ അങ്കിളിനെ കൊണ്ട് പറ്റുമോ? മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ തൃച്ചംബരത്തേക്ക് പിൻവാതിലൂടെ വന്നവളല്ല. ഓ, അപ്പോൾ കല്യാണി പിൻവാതിലൂടെ നുഴഞ്ഞു വന്നവളാണെന്നാണോ അങ്കിളി പറയുന്നത്? ശിവരാമകൃഷ്ണൻ പറയുകയാണ്, എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എന്നെ പോലെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയുകയാണ്, ആയിക്കോട്ടെ, പക്ഷെ ഞാനിവിടെ കാണുന്നതും കേൾക്കുന്നതുമായ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. രുചിച്ചത് കയ്പാണെങ്കിൽ കയ്പെന്ന് പറഞ്ഞു തന്നെയാണ് എനിക്ക് ശീലം. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, നന്ദന, ഒന്നെനിക്കറിയാം. നീ അഖിലയ്ക്ക് വെറും മരുമകളല്ല, പിറക്കാത്ത മകളാണ്. അതുകൊണ്ട് നീ അഖിലയെ വെറുക്കാൻ ശ്രമിക്കരുത്.
അത്രേ എനിക്ക് പറയാനുള്ളൂ. പോകാൻ തുടങ്ങുന്ന ശിവരാമകൃഷ്ണനെ അങ്കിളെ എന്ന് വിളിക്കുകയാണ് നന്ദന. നന്ദന പറയുകയാണ്, അങ്കിളെ, താലി കെട്ടിയ പുരുഷൻ ഏതൊരാൾക്കും പ്രിയപ്പെട്ടവൾ തന്നെയാണ്. എന്തു വന്നാലും അവളെ ഒറ്റപ്പെടുത്താനോ കൈവിടാനോ പാടില്ല. അത് തന്നെയാണ് അതിന്റെ ശരി. പക്ഷേ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കരുത്. മോൾ എന്താ പറഞ്ഞു വരുന്നത്? നന്ദന പറയുകയാണ്, കല്യാണി ഇതുവരെ അറിയാത്ത ഒരു സത്യമുണ്ട്. അതെന്താണെന്ന് അങ്കിളിന് അറിയാമോ? കല്യാണിയുടെ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചു എന്ന സത്യം. അത് കേട്ട് ഉച്ചത്തിൽ വാട്ട് എന്ന് ചോദിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. എന്താ നീ പറഞ്ഞു വരുന്നത്? നന്ദന പറയുകയാണ്, സത്യം, പച്ചയായ സത്യം. ഒരു കുഞ്ഞിന് ജന്മം നൽകാനായി നാളുകൾ എണ്ണി നോമ്പ് നോറ്റ് കാത്തിരിക്കുന്ന ആ പാവം കല്യാണിയുടെ സ്വപ്നം പൊലിഞ്ഞുപോയി. നോ എന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് ശിവരാമകൃഷ്ണൻ. ഒന്നുകൂടി അങ്കിൾ അറിയണം. ആ പൂമൊട്ട് താനെ കൊഴിഞ്ഞതല്ല, അതിനെ തല്ലി കൊഴിച്ചതാണ്. അതെ അങ്കിളെ, ഏതോ ഗുളിക ഉള്ളിൽ ചെന്നതാണ്. എന്തായാലും കല്യാണി സ്വയം ഗുളിക കഴിച്ച് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ കല്യാണിയോട് തീർത്താ തീരാത്ത പകയുള്ള അഖിലാന്റി തന്നെ മറ്റാരാണ് ആ കടുംകൈ ചെയ്യുക? അന്നേരം ശിവരാമകൃഷ്ണൻ എന്തൊക്കെയോ ആലോചിച്ചു പരിഭ്രമിക്കുന്നുണ്ട്. നന്ദന പറയുകയാണ്, കല്യാണിയോട് ഞാനിതൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കല്യാണിയോട് ഈ സ്നേഹപ്രകടനമൊക്കെ അഖിലാന്റി കാണിച്ചത് ചെമ്പരത്ത് കല്യാണി പ്രസവിക്കുന്ന പുതിയ അനന്തരാവകാശിയെ വേണ്ട എന്ന് ഉറച്ച തീരുമാനം നടപ്പാക്കാൻ തന്നെയാണ്. മിണ്ടാതെ നിൽക്കുന്ന ശിവരാമകൃഷ്ണനോട് നന്ദന വീണ്ടും ചോദിക്കുകയാണ്, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതെ അങ്കിളെ, അങ്കിൾ അല്പം മുമ്പ് പറഞ്ഞില്ലേ കല്യാണിയെ അംഗീകരിക്കാൻ അഖിലാന്റിക്ക് കഴിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം തൃച്ചംബരത്തിന്റെ അഭിമാനവും അന്തസ്സും പൊക്കിപ്പറയുന്ന അഖിലാന്റിക്ക് കല്യാണിയുടെ ഉദരത്തിൽ പിറക്കുന്ന ഈ കുഞ്ഞിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ ഇങ്ങനെ കൊല്ലണമായിരുന്നുവെന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നന്ദന ചോദിക്കുകയാണ്. അഖിലാന്റി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതല്ലേ? പെറ്റ നോവറിഞ്ഞ ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാനാകുമോ? ഒന്നും മിണ്ടാനാകാതെ സങ്കടത്തോടെ പോകാൻ തുടങ്ങുന്ന ശിവരാമകൃഷ്ണനോട് വീണ്ടും നന്ദന പറയുകയാണ്, ഒന്ന് നിൽക്കങ്കിളെ. അങ്കിൾ ആദ്യം പറഞ്ഞല്ലോ ഞാനെടുത്ത തീരുമാനം ശരി ആയില്ല എന്ന്. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാം അങ്കിളെ. പക്ഷേ അങ്കിൾ എനിക്ക് ഉറപ്പ് തരണം, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ തറവാട്ടിൽ സുരക്ഷിതമായിരിക്കുമെന്ന്. പറ്റുമോ എന്ന് നന്ദന ചോദിക്കുമ്പോൾ സങ്കടത്തോടെ നിറകണ്ണുകളോടെ ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, മോളെ. നന്ദന പറയുന്നു, പറ്റില്ല അല്ലേ? ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.